30 മണിക്കൂറത്തെ ഒളിവ് ജീവിതം കഴിഞ്ഞ് നമ്മുടെ ഷിംജിത ചേച്ചി പൊങ്ങിയിട്ടുണ്ട്. പൊങ്ങിയതല്ല, പൊക്കിയതാണ്. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ഷിംജിത ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ മഞ്ചേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഷിംജിത കാണാതെ പോയിട്ട് ഇപ്പോൾ ഏകദേശം 30 മണിക്കൂറുകളായിട്ടുണ്ട്. അതിനിടക്ക് കുറേ ഗെയിം അതിൻ്റെ ഇടയിൽ പോലീസുകാരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ചേച്ചി കളിച്ചു. മറ്റൊന്നുമല്ല, ഈ പറയുന്ന പോലെ ദുബായ് കരാമയിലേക്ക് ഷിംജിത മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പോലീസുകാരെയും നാട്ടുകാരെയും പറ്റിക്കാനായിട്ട് ചില വാട്സപ്പ് മെസ്സേജുകളും ഇൻസ്റ്റഗ്രാം മെസ്സേജുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്തിട്ട് ചെറിയൊരു മാനിപ്പുലേഷൻ ഇവിടെ ചെയ്തെങ്കിൽ തന്നെ ഈ പറയുന്ന ഷിംജിതയുടെ ഈ ഒരു കാര്യങ്ങളൊന്നും വർക്കൗട്ടായില്ല. ഈ പറയുന്ന വടകരയിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മഞ്ചേരി സബ് ജയിലിലേക്ക് ഷിംജിതയെ മാറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന പോലീസുകാർ മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് ആ ഒരു സബ് ജയിലിൻ്റെ പരിസരത്ത് ഫുള്ള് ഈ പറയുന്ന ഷിംജിതയെ എതിർക്കുന്നവരായിരുന്നു. മുഴുവൻ നാട്ടുകാരും ആ ഒരു പരിസരത്ത് ചെന്ന് നിന്നിട്ട് കൂവി വിളിക്കുകയായിരുന്നു. ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ഷിംജിതയുടെ അഡ്വക്കേറ്റ് ഈ പറയുന്ന ജാമ്യത്തിന് ഉള്ള അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജാമ്യം തീർച്ചയായിട്ടും 14 ദിവസത്തേക്ക് കിട്ടാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും അവസാനിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ജാമ്യത്തിലേക്കൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഈ കോടതിയുടെ ഉത്തരവ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഇനി 14 ദിവസത്തേക്ക് ഈ പറയുന്ന ഷിംജിതക്ക് നമ്മുടെ മഞ്ചേരി സബ് ജയിലിൽ സുഖവാസമായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയും ഒരു ഹൈപ്പിന് വേണ്ടിയൊക്കെ കൊന്ന് കൊലവിളിച്ച ഒരു എന്താ പറയുക, ഒരു രാക്ഷസിയല്ലേ. കുറച്ച് നാളവിടെ കിടക്കട്ടെ. അതുപോലെ തന്നെ ഈ പറയുന്ന ദീപക്കിൻ്റെ അച്ഛനമ്മമാർക്കും ഒരു ചെറിയൊരു കുഞ്ഞിനും സ്വന്തം അച്ഛനെയും മകനെയും ഒക്കെ ഇല്ലാതാക്കിയതല്ലേ, കുറച്ച് നാൾ അനുഭവിക്കണം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഒരു കേസിൽ യാതൊരു ദാക്ഷിണ്യവും ഈ പറയുന്ന ഷിംജിതക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. കാരണം അത്രയും ഒരു ക്രൂവലായിട്ടാണ് ആ ഒരു ചെറുപ്പക്കാരനോട് വളരെ മോശമായിട്ടുള്ള പല ചെയ്തികളും ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തത്. ഈ പറയുന്ന ഷിംജിതക്ക് കൊടുക്കുന്ന ആ ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇനി ഒരു പെൺകുട്ടിയും മറ്റൊരാണിനോടോ അല്ലെങ്കിൽ ഒരാണ് മറ്റൊരു പെണ്ണിനോടോ എന്തൊക്കെയാണെങ്കിലും ഒരു സമൂഹ മാധ്യമം ഒരാളെ കൊല്ലുന്ന രീതിയിൽ, ഒരാളുടെ ജീവിതവും ജീവനും ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരിക്കണം ഈ ഒരു ഷിംജിതക്ക് കൊടുക്കേണ്ട ഒരു ശിക്ഷ. അത് എല്ലാ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിൽ മോശമായിട്ട് ഉപയോഗിക്കുന്നവർക്കുള്ള വാണിംഗ് ആയിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്